നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആതിരയുടെ കാര്യം ഓരോ ദിവസം കഴിയുമ്പോഴും അവൾ അകന്നു മാറിപ്പോകുന്നല്ലാതെ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോന്ന് ചോദിച്ചാ, അതുകൊണ്ട് ചടങ്ങുകളൊക്കെ അവിടെ തന്നെ മതി. ആദരെ, ചടങ്ങുകളൊക്കെ ഇവിടെ തന്നെ നടത്താനുള്ള ഏർപ്പാടുകൾ ചെയ്യാനാ സച്ചിയേട്ടൻ പോയിരിക്കുന്നത്. ഇതിനോടകം പലരെയും വിളിച്ചും കഴിഞ്ഞു. ഇനി അതൊക്കെ മാറ്റാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യം. ആർക്ക് ബുദ്ധിമുട്ട്? എന്റെ ഈ ചേച്ചിക്കോ? നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോ നിങ്ങൾ അറ്റ്ലീസ്റ്റ് എന്നോടൊന്നും ആലോചിക്കണ്ടേ? നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിക്കുന്ന കാര്യം ബാക്കിയുള്ളവരങ്ങ് അനുസരിക്കണോ? ആതിരെ, നീ ആവശ്യമില്ലാത്ത ഓരോന്നും പറയല്ലേ. ഡോക്ടർ പറഞ്ഞ പ്രകാരം കുഞ്ഞിന് ഇനിയും ഇടയ്ക്കിടയ്ക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോകാൻ വേണം. അധികം നേരെ യാത്ര ചെയ്യാനും പറ്റില്ല. അച്ഛന്റെ കാര്യം അങ്ങനെ തന്നെയാ. അതുകൊണ്ടാ ഇരു വീട്ടുകാരും ചേർന്ന് ഇവിടെ നടത്താന്ന് തീരുമാനിച്ചത്. ഇവിടെയുള്ളവർ അങ്ങോട്ട് പോയാലും അവിടെയുള്ളവർ ഇങ്ങോട്ട് വന്നാലും എല്ലാം ഒരുപോലെ തന്നെയല്ലേ? രണ്ട് വീടും നമുക്ക് ഒരുപോലെ അല്ലേ? എന്തിനാ നീ അതിനെ വേർതിരിച്ചു കാണുന്നേ? എന്തുകൊണ്ട് സൗകര്യം ഇവിടെ തന്നെയാ. അതുകൊണ്ടാ ഇവിടെ തന്നെ മതിയെന്ന് തീരുമാനം എടുത്തത്. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ തീരുമാനം എടുത്താൽ മതി. എന്റെ മോളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. വാക്കുകൾ സൂക്ഷിച്ചായിരിക്കണം. നിന്നോട് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതായിരുന്നു. അതിനിപ്പോ ഞാൻ എന്ത് പറഞ്ഞെന്നാ? എന്റെ മോളുടെ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായം പറയാൻ പാടില്ലേ? നൂലേട്ട് എന്റെ വീട്ടിൽ വെച്ച് നടത്താന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ചേച്ചിക്ക് ഇപ്പൊ സമാധാനമായല്ലോ. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ചേച്ചി ഒറ്റൊരാളാ. ആവശ്യമില്ലാത്ത എല്ലാത്തിലും തലയിട്ടും അഭിപ്രായം പറഞ്ഞും വാശി കാണിച്ചും ചേച്ചി ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ആതിരെ, നീ പറയുന്നതൊക്കെ ശരി തന്നെയാ. ആദ്യത്തെ കുഞ്ഞിന്റെ നൂലേട്ടും മറ്റു ചടങ്ങുകളും നടത്തേണ്ടത് നിന്റെ വീട്ടിൽ തന്നെയാ. പിന്നെന്താച്ചാ ഇവിടെ നടത്താൻ തീരുമാനിച്ചത്? സ്വാഭാവികമായിട്ടും ആതിരയുടെ സംശയമല്ലേ അത്? ആർക്കും തോന്നാവുന്ന ഒരു സംശയം. അതിന്റെ കാരണം ആതിരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം അനാവശ്യമായി വഴക്കിലേക്ക് കൊണ്ടുവന്ന എന്തിനാ? അതാ ഏട്ടത്തി ഞാനും ചോദിക്കുന്നേ. എന്റെ മോളെ കുറിച്ച് ഞാൻ എന്ത് സംസാരിച്ചാലും അപ്പൊ തുടങ്ങും എല്ലാരും എന്റെ നേർക്ക്. എന്നിട്ട് എന്റെ വാ മൂടി കെട്ടുകയും ചെയ്യും. പക്ഷെ ഇത് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഏട്ടത്തിയും ചേച്ചിയും പോലെ ഇവിടുത്തെ മരുമോള് തന്നെയാ ഞാനും. അവകാശവും അധികാരവും എല്ലാം ഒരുപോലെ തന്നെയാ. കുഞ്ഞിന്റെ കാര്യത്തിൽ സന്ദീപ് എന്ത് തീരുമാനം എടുത്താലും ശരി, ചടങ്ങുകളൊക്കെ എന്റെ വൃന്ദാവനം വീട്ടിൽ വെച്ച് നടത്തിയാ മതി. അത്ര തന്നെ. അച്ഛാ, അച്ഛാ, എന്താ പറ്റിയേ? എന്താ പറ്റിയ അച്ഛാ? അച്ഛാ, ഹോസ്പിറ്റലിൽ പോണോ? ഒന്നുമില്ല. സന്ദീപ്, ശിവേട്ട, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? കുഞ്ഞിന്റെ നൂലേട്ട് 28-ന് നടത്തണോ അതോ 41-ന് കെട്ടിയാ മതിയോ?
ആഗ്രഹം 28-ന് നടത്തണമെന്ന് തന്നെയാ. 28-ന് തന്നെ നടത്താം. ഒരു കറുത്ത ചരട് അതിന്റെ അരയെ കിട്ടുന്നതിന് എന്തിനാ 41 ദിവസം? കറുത്ത ചരടോ? പിന്നെ ചങ്ങലയാണോ? നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? അരഞ്ഞാണം വാങ്ങണ്ടേ? ബന്ധുക്കളെയൊക്കെ വിളിക്കണ്ടേ? നിങ്ങൾ ഇതെന്താ ഇത്ര നിസ്സാരായി കാണുന്നത്? അതൊരു നിസ്സാര കാര്യമായതുകൊണ്ടാ. ഞാനും നീയും മാത്രം മതി, വേറെ ആരെയും വിളിക്കണ്ട. അരഞ്ഞാണം വാങ്ങാനൊന്നും എന്റെ പൈസ ഇല്ല. കുറച്ച് പൈസ നെല്ലിശ്ശേരി ചോദിച്ചാ കിട്ടില്ലേ? എന്തിനാ? അതിന്റെ ആവശ്യം എന്താ? ആവശ്യമില്ലാത്ത ആഘോഷങ്ങളൊക്കെ നടത്തി കടം വലിച്ചിട്ടല്ലേ അത് ആര് തീർക്കും? ഞാൻ പറഞ്ഞതുപോലെ മതി ആഘോഷവും ചടങ്ങൊക്കെ. വേണമെങ്കിൽ നിന്റെ അച്ഛനും അമ്മയും കൂടെ വിളിച്ചോ. നിങ്ങൾക്കിത് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെയുണ്ടോ മനുഷ്യർക്ക് മാറ്റം? എന്റെ കൊച്ചിന്റെ കാര്യം ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തോളാം. എനിക്ക് ചെയ്തല്ലേ പറ്റൂ. നമ്മുടെ കുഞ്ഞിന്റെ നൂലുകെട്ട് നീ വിചാരിക്കുന്നതിലും ഗംഭീരമായി തന്നെ നെല്ലിശ്ശേരിയിൽ നടക്കും. എന്തു ഉത്സവത്തിന്റെ പകിട്ടോടുകൂടി നടക്കുന്ന ആഘോഷം. എന്റെ മോക്ക് ഇതിനും അപ്പുറം മറ്റെന്ത് ഭാഗ്യം കിട്ടാനാണ്? ഇവിടത്തെ ഇരണം കെട്ട കുരുപ്പിന് കറുത്ത ചരട് തന്നെ ധാരാളം. ഹലോ അച്ചു. അനുപേട്ട, ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയാനാ. എന്താ മോളെ? അനുപേന്റെ അടുത്ത് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, നീ പറഞ്ഞോ. അനുപേട്ട, അത് മറ്റൊന്നുമല്ല, ആതിരയുടെ കാര്യം. ഓരോ ദിവസം കഴിയുമ്പോഴും അവൾ അകന്നു മാറി പോകുന്നല്ലാതെ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ. അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ വീണ്ടും? പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചാ ചടങ്ങുകളൊക്കെ എന്റെ വൃന്ദാവനം വീട്ടിൽ വെച്ച് നടത്തിയാ മതി. ഇവളിങ്ങനെ തുടങ്ങിയ എന്ത് ചെയ്യും അനുപേട്ട? അച്ഛന് വിഷമാവെന്ന് കരുതിയ ഞാൻ അച്ഛനെ വിളിച്ച് പറയാതെ അനുപേട്ടനെ വിളിച്ചത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.